ഈ വീട് വിട്ട് പോകാനുള്ള ഒരു താല്പര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. കാരണം ഈ യാത്ര എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒരു കടമെടുത്ത വാക്ക് പറഞ്ഞാൽ ഇരിക്കപ്രതിയില്ലായ്മ എല്ലാവരിലും ഉണ്ടത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേരളത്തിൽ പോലും സ്ത്രീകളൊക്കെ വളരെ അടുത്ത കാലത്താണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത് വിപുലമായിട്ട്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. ഈ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് അടുത്ത ജില്ലയിൽ പോലും പോകാത്ത നിരവധി ആളുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വായനയിൽ നിന്നാണ്, മിക്ക ആളുകളെയും പോലെ വായനയിൽ നിന്നാണ് മറ്റ് ദിക്കുകളെക്കുറിച്ച് നമ്മൾ അറിയാനുള്ള ഒരു ഫിക്ഷൻ വായിക്കുമ്പോഴാണല്ലോ നമുക്ക് അറിഞ്ഞുകൂടാത്ത തരം മനുഷ്യർ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ലൊക്കേഷനുകൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭൂപ്രകൃതി, ഇതൊക്കെ ഫിക്ഷനിൽ നിന്നാണ് സാധാരണഗതിയിൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കിട്ടുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചരിത്രം വായിക്കുമ്പോഴും ഈ ഒരു അനുഭവമുണ്ട്. ഭൂതകാല ചരിത്രം എന്ന് പറയുന്നത് ഇതിൽ താല്പര്യം ഉള്ള ഒരാളെന്ന നിലയിൽ ഭൂതകാലത്തേക്ക് നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിൽ അതിനെ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളെക്കുറിച്ച്, ഏത് സ്ഥലങ്ങളെക്കുറിച്ചായാലും, ഇപ്പോൾ റോമാചരിത്രം പഠിക്കുമ്പോഴാണെങ്കിലും ഈ വായിച്ച ചരിത്ര പുസ്തകങ്ങളിലൂടെയുള്ള വിവരണങ്ങളിലൂടെ നമ്മൾ മനസ്സിൽ അതിനെ ഓരോരുത്തരും റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിക്രിയേഷൻ നടക്കുന്ന പ്രോസസ്സിൽ തന്നെ നമുക്ക് ഈ മനസ്സുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പുസ്തകങ്ങളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഫിക്ഷൻ അല്ലാതെ, ഫിക്ഷനേക്കാൾ വിചിത്രമായ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, ജീവിതം, മനുഷ്യ വ്യക്തിത്വങ്ങൾ, ഇതൊക്കെ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ കൃതികളുടെ യാത്രാവിവരണത്തിൻ്റെ വായനയിലൂടെയാണ് നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വയനാട് പോലുള്ള ഒരു ചെറിയ ദിക്കിൽ നിന്ന് ഞാൻ എങ്ങനെ ഈ വലിയൊരു ലോകത്തെ കാണാനുള്ളൊരു ശ്രമം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എനിക്ക് ചരിത്രത്തിലുള്ള ഒരു കൗതുകമായിരുന്നു. അപ്പം അത് നമ്മളുടെ ചരിത്രകാരന്മാരുടെ ഏറ്റവും പഴയ സോഴ്സ് എന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ യൂറോപ്യൻ, ചൈനീസ് ട്രാവലേഴ്സ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബുദ്ധനെ പറ്റി നമ്മൾ അറിയുന്നത് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇന്ത്യയിൽ വന്ന ബുദ്ധിസം പഠിക്കാനായിട്ട് വന്ന ചൈനീസ് ട്രാവലേഴ്സ് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന്, ആ പുസ്തകം വായിച്ചിട്ടാണ് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ ഇന്ത്യയിൽ മണ്ണിൻ്റെ അടിയിൽ നിന്നൊരു ഒരു ഒരു ബുദ്ധനെയും ബുദ്ധൻ്റെ ഫിലോസഫിയെയും വീണ്ടെടുക്കുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ്. ഇപ്പോൾ അലക്സാണ്ടർ കണ്ണിങ്ഹാം വാസ്തവത്തിൽ അദ്ദേഹമാണല്ലോ നമ്മുടെ ആർക്കിയോളജിയുടെ ഇന്ത്യയിലെ തുടക്കക്കാരൻ. അദ്ദേഹം എന്താ ചെയ്തത്, ഈ ഹുയാൻസാങ്ങിൻ്റെയും സിങ്ങിൻ്റെയും ഒക്കെ, ഈ ചൈനീസ് ട്രാവലേഴ്സിൻ്റെ, ഫാഹിയാൻ്റെയും ഒക്കെ ഈ സംഗതികൾ വായിച്ചിട്ട് തത്തുല്യമായ ഈ ലൊക്കേഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ബോധ്ഗയയും ശ്രാവസ്തിയും വൈശാലിയും എല്ലാം കണ്ടെത്തിയത് ഈ ട്രാവലേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ ട്രാവലേഴ്സ് എഴുതി വച്ചിട്ടുള്ള സംഗതികളെ മണ്ണിനടിയിൽ നിന്ന് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ പോലുള്ള ആളുകൾ കുഴിച്ചെടുക്കുകയായിരുന്നു. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായൊരു സംഗതി. 2500 വർഷം മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. എഴുതപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇപ്പോൾ ഈ ഐതിഹ്യങ്ങളും എല്ലാം കലർന്ന കഥകളാണ് ബുദ്ധനെക്കുറിച്ചുള്ളത്. ബുദ്ധനെക്കുറിച്ച് മാത്രം ഉദാഹരണം പറയുകയാണെങ്കിൽ. പക്ഷേ അതിനെ കണ്ണിങ്ഹാം ഈ നടത്തിയിട്ടുള്ള എക്സ്കവേഷനിലൂടെ ആ ഭൂപ്രദേശങ്ങൾ കണ്ടെത്തുകയും അതിനൊരു തുടർച്ച, ഇപ്പോൾ ബുദ്ധൻ എവിടെ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം ഓരോ മരണം വരെ അദ്ദേഹം സഞ്ചരിച്ച ദിക്കുകൾ എല്ലാം നമുക്കിന്ന് വളരെ കൃത്യമാണ്. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ഈ ചൈനീസ് റൈറ്റേഴ്സ് എഴുതിയതിൽ നിന്ന് വളരെ ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ കൂടുതൽ, ഭൂപ്രകൃതിയിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ ഗ്രാമങ്ങളും മറ്റുമൊക്കെ അതേപടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലം ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്തിൽ നിന്ന് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ നിരഞ്ജന നദിയുടെ കരയിലുള്ള ഗ്രാമങ്ങൾ, ശ്രീബുദ്ധന് പാൽക്കഞ്ഞി കൊടുത്ത സുജാതയുടെ ഗ്രാമം, എല്ലാം ഏതാണ്ട് നിശ്ചലമായി നിൽക്കും പോലെ നമുക്ക് അനുഭവപ്പെടും. അവിടെ വന്നിട്ടുള്ള ചെറിയ ചില കെട്ടിടങ്ങളും മറ്റുമൊക്കെ
നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ആ കാലത്തെ നമുക്ക് അതേപടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഭൂതകാലത്തെ അന്വേഷിച്ചുള്ള ഒരു മനസ്സുകൊണ്ട് പുറകോട്ടുള്ള നടത്തം പോലെ തന്നെ നമ്മുടെ ശരീരവും സഞ്ചരിക്കാൻ നമ്മൾ പ്രേരിതരാകും. ഞാൻ പറഞ്ഞ പോലെ ടവേണിയറുടെയും ചൈനീസ് സഞ്ചാരികളുടെയും മാത്രമല്ല എസ് കെ പൊറ്റക്കാടിൻ്റെ സംഗതി. എന്നെ സംബന്ധിച്ച് എൻ്റെ കവിത, ഞാൻ വിദേശ രാജ്യങ്ങളിൽ വിപുലമായി യാത്ര ചെയ്തിട്ടുള്ള ആളല്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചരിത്രം എൻ്റെ ഒരു ഇഷ്ട വിഷയമായതുകൊണ്ട് ഈ ദിക്കുകളിലെ മനുഷ്യരെയും അതിൻ്റെ ഒരു ടെറൈനും നേരിട്ട് കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്.